ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്, നമ്മുടെ വഴികൾക്കനുസരിച്ച് അത് പ്രാവർത്തികമാകണം, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടണം എന്നുദ്ദേശിച്ചാണ് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, വചനം നമ്മളോട് പറയുന്നു, ദൈവത്തിൻ്റെ ചിന്ത മറ്റൊന്നാണ്. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ദൈവം മറ്റൊരു തലത്തിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോട് ആവശ്യപ്പെടേണ്ടത്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ, അങ്ങയുടെ പദ്ധതികൾ നിറവേറണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യേണ്ടത്. ആയതിന് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.